രാജ്യമുണ്ടായ അന്നു മുതൽ കേൾക്കുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുതയുടെ കഥ. പലവട്ടം പ്രശ്നപരിഹാരത്തിന് ഇന്ത്യ ശ്രമിച്ചിട്ടും അതിർത്തിക്കപ്പുറം നിന്ന് ഓരിയിടുന്നതല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാകിസ്ഥാൻ ഇന്നേ വരെ ശ്രമിച്ചിട്ടില്ല. ഇന്ത്യക്കൊപ്പമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിലടിപ്പിച്ച് മുതലെടുക്കുന്നതിൽ അമേരിക്കയ്ക്കുമുണ്ട് ഒരു പ്രധാന പങ്ക്. കാശ്മീർ പാകിസ്ഥാന്റേതാണ് പോലും. 144 കോടി ജനതയിൽ ഒരാളെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് പാകിസ്ഥാന് നന്നായി അറിയാം. എങ്കിലും ചിലരുടെയൊക്കെ പിൻബലത്തിൽ ഇന്ത്യൻ മണ്ണിലേക്ക് തീവ്രവാദം അഴിച്ചുവിടാനാണ് പാകിസ്ഥാൻ എന്നും ശ്രമിച്ചു പോന്നിരുന്നത്. എന്നാൽ അതേ തീവ്രവാദി സംഘങ്ങൾ തന്നെ ഇപ്പോൾ പാകിസ്ഥാനെ തിരിഞ്ഞുകൊത്താനും തുടങ്ങിയിട്ടുണ്ട്. അതിന് തെളിവാണ് ബലൂചിസ്ഥാനിലടക്കം പാകിസ്ഥാന്റെ വിവിധയിടങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന സ്ഫോടനങ്ങൾ. ആകെപ്പാടെ കടം കയറി മുച്ചൂടും മുടിഞ്ഞു. കഞ്ഞിക്ക് ഗതിയില്ലാതെ ജനങ്ങൾ തെരുവിൽ അലയുന്നു. തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാകിസ്ഥാനെ കൈവെള്ളയിൽ കൊണ്ടുവന്നിരുന്ന രാഷ്ട്രങ്ങളാകട്ടെ ഇപ്പോൾ തിരിഞ്ഞുകൂടി നോക്കുന്നില്ല. എല്ലാ വഴിയും അറിഞ്ഞപ്പോൾ അങ്ങനെ പാകിസ്ഥാന് തിരിച്ചറിവുണ്ടായിരിക്കുന്നു. ഇന്ത്യയുടെ സഹായമില്ലാതെ മുന്നോട്ടു പോകാനാവില്ല. പ്രധാന കാരണം ഇതുതന്നെയാണ്. വികസിത ഭാരതമെന്ന സ്വപ്നത്തിലേക്കും ലോകശക്തികളിൽ ഒന്ന് എന്ന പദവിയിലേക്കും ഇന്ത്യ വളർന്നു. ഇന്ത്യക്കെതിരെ ഇനി വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടോ പാറ പണിഞ്ഞിട്ടോ കാര്യമില്ലെന്ന് പതിയെ പാക് ഭരണകൂടം തിരിച്ചറിഞ്ഞു. അതിന്റെ പ്രതിഫലനമാണ് ഇന്ത്യയോടൊപ്പം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കൂടെ കൂടെ പാക് ഭരണകർത്താക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത്. ഇന്ത്യയെ നോക്കി വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. കാശ്മീർ ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നതായാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കാശ്മീർ ഐക്യദാർഢ്യ ദിനം എന്ന പേരിൽ മുസാഫറാബാദിൽ നടന്ന പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ അസംബ്ലിയുടെ പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഷെരീഫിന്റെ പ്രസ്താവന. 1999 ലാഹോർ പ്രഖ്യാപനത്തിൽ പരാമർശിച്ചിരുന്നതുപോലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വഷളായ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഏക മാർഗം ചർച്ചയാണെന്ന് ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. 2019 ഓഗസ്റ്റ് 5 ചിന്തയിൽ നിന്ന് ഇന്ത്യ പുറത്തുവരണം. ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റണം. ഇരു രാജ്യങ്ങളും സൗഹൃദം ആരംഭിക്കുകയും വേണമെന്നും ഷഹബാസ് ഷെരീഫ് പറയുകയുണ്ടായി. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെ പരാമർശിച്ചായിരുന്നു ഈ പ്രസ്താവന. ഇന്ത്യ ആയുധങ്ങൾ ശേഖരിക്കുകയാണെന്ന് ആരോപിച്ച ഷെരീഫ് അത് മേഖലയിൽ സമാധാനം കൊണ്ടുവരില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യ ബുദ്ധിയുള്ളവരായിരിക്കണമെന്നും മുന്നോട്ടു പോകാനുള്ള ഏക മാർഗം സമാധാനമാണെന്നും ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയപ്രകാരമുള്ള സ്വയം നിർണയാവകാശം മാത്രമാണ് കാശ്മീർ പ്രശ്നത്തിനുള്ള ഏക പരിഹാരമെന്ന് പാക് പ്രധാനമന്ത്രി പറയുന്നു. നേരത്തെ ഇതിലും രസകരമായി ഷഹബാസ് ഇന്ത്യയുമായി സമാധാനത്തിന് തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരുന്നു. അന്ന് ഇന്ത്യയുമായി നടത്തിയ 3 യുദ്ധങ്ങളിൽ നിന്ന് പാഠം പഠിച്ചെന്നും ഇനി സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നുമായിരുന്നു പാക് പ്രധാനമന്ത്രി പറഞ്ഞത്. കാശ്മീർ ഉൾപ്പെടെ ഇരു രാജ്യങ്ങൾക്കിടയിലും കത്തി നിൽക്കുന്ന വിഷയങ്ങളിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന ആത്മാർത്ഥവും ഗൗരവവുമായുള്ള ചർച്ചകൾ നടത്താം. യുദ്ധങ്ങൾ സമ്മാനിച്ചത് സാമ്പത്തിക പ്രതിസന്ധിയും ദുരിതവും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മാത്രമാണ്. ഞങ്ങൾക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണം, വളർച്ച കൈവരിക്കണം, വിദ്യാഭ്യാസം ലഭ്യമാക്കണം, ജനങ്ങൾക്ക് ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും ജോലി നൽകുകയും വേണം. അതിനു പകരം ബോംബുകൾക്കും വെടിക്കോപ്പുകൾക്കും രാജ്യത്തിന്റെ വിഭവങ്ങൾ പാഴാക്കാൻ തങ്ങളില്ലെന്നുമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ഷഹബാസ് ഷെരീഫിന്റെ സന്ദേശം. എന്നാൽ ഈ പ്രസ്താവന ചർച്ചയാകും മുമ്പേ തിരുത്തലുമായി ഷഹബാസ് രംഗത്തെത്തിയിരുന്നു. കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകുന്ന 370 വകുപ്പ് പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സന്ധി ചർച്ചകൾ സാധ്യമാവൂ എന്ന് പ്രധാനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്നായിരുന്നു വക്താവിന്റെ വിശദീകരണം. ഇന്ത്യയുമായി സമാധാന ശ്രമങ്ങൾ വേണമെന്ന് പരസ്യ പ്രസ്താവന നടത്തുന്ന ആദ്യത്തെ പാക് പ്രധാനമന്ത്രിയല്ല ഷഹബാസ് ഷെരീഫ്. 2015 ഇന്ത്യയുമായുള്ള സമാധാന ശ്രമങ്ങൾക്ക് 4 ഇന പദ്ധതി അന്നത്തെ പ്രധാനമന്ത്രിയും നിലവിലെ പ്രധാനമന്ത്രിയുടെ സഹോദരനുമായിരുന്ന നവാസ് ഷെരീഫ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് മുന്നിൽ വച്ചിരുന്നു. ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന് ഷഹബാസിന് മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനും തുറന്നു പറഞ്ഞിരുന്നു. സങ്കല്പിക്കാൻ പോലുമാകാത്തത്ര തകർച്ചയിലാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ലക്കുകെട്ടയാത്ര. പാകിസ്ഥാന്റെ റിസർവ് ബാങ്ക് ആയ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ കണക്കുകൾ പ്രകാരം 2014 ശേഷം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിദേശ നാണയ ശേഖരമാണുള്ളത്. അന്തർദേശീയ വായ്പകളാകട്ടെ കഴുത്തൊപ്പം എത്തിക്കഴിഞ്ഞു. പണപ്പെരുപ്പവും ഖജനാവ് കാലിയായതും രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിനെ വരെ കാര്യത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കി. ഭീകരതയെ കണ്ടില്ലെന്ന് നടിച്ചത് തിരിഞ്ഞുകൊത്തി തുടങ്ങി. അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനുമായുള്ള പ്രശ്നങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും പാകിസ്ഥാനെ പാടെ വലച്ചു. വലിയ ഞെരുക്കത്തിലൂടെ പോകുമ്പോൾ അതിർത്തിയിൽ ഇനിയും ഒരു സംഘർഷമുണ്ടാവുന്നത് വലിയ ബാധ്യതകളിലേക്ക് നയിക്കുമെന്ന സ്വയം തിരിച്ചറിയലാവാം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും.